ചാമ്പയാണ് കേട്ടോ ഗൈസ്. ഇതും ഒരു പിന്നെ ബഹാരി ചാമ്പ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ആത്തപ്പഴം. പിന്നെ അതുണ്ടോ, അതൊരു ഈ നിൽക്കുന്നത് റംബൂട്ടാനാണ്. പിന്നെ അതേ കുമ്പളങ്ങൻ്റെ കിടക്കുന്നുണ്ട്. എൻ്റെ മോളുടെ വീട്ടിൽ കുമ്പളങ്ങൻ്റെ കിടക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ, ബബ്ലൂസ് നാരങ്ങ, ഇത് മൈലാഞ്ചി. ബബ്ലൂസ് നാരങ്ങ കുറേ ഉണ്ടാകാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നാൾ വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു. ഇപ്പോൾ ഇത് കണ്ട പഴുത്ത് കിടക്കുന്നുണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? കണ്ടോ ഇതാണ് ബബ്ലൂസ്. നല്ല ബബ്ലൂസ് നാരങ്ങയാണ് കേട്ടോ. ഇതിനകത്ത് നല്ല മധുരമാണ് ഇതിനകത്ത്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ എൻ്റെ മോളുടെ വീട്ടിൽ വന്നേക്കാണ്. മുള്ളരിങ്ങാടാണ് വീട്. എൻ്റെ മോളുടെ വീട്ടിൽ എൻ്റെ മോൻ എല്ലാ ചെടികളും നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം കൃഷികൾ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും സീസണല്ല. ഇത് പനിനീർ ചാമ്പയാണ്. ഇത് സാദാ ചാമ്പ. പിന്നെ ഒരു വെള്ളച്ചാമ്പ. അത് കണ്ടോ, അത് പനിനീർ ചാമ്പ. ഇത് കൊക്കോയ്. ഇത് വേറൊരു രൂപത്തിലുള്ളൊരു ചാമ്പയാണ്. അതും ഇതേപോലെ തന്നെ ഒരു ചാമ്പയാണ്. എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല. ഇത് റംബൂട്ടാനാണ്. ഇതിനകത്തൊക്കെ എല്ലാത്തിലും നിറച്ച് കായ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇത് മുട്ടപ്പഴമാണ്. മുട്ടപ്പഴം ഇപ്പോൾ ഉണ്ടായി കിടക്കുന്നുണ്ട്. എന്താ അതിനകത്തൊക്കെ ഒന്നൊന്നായിട്ടൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. എല്ലാത്തിനും സീസണിൽ നല്ല നിറച്ചുണ്ടാവും എല്ലാത്തിലും. ഇത് നമ്മൾ തിന്നുന്ന അമ്പഴങ്ങയാണ്. ചെറിയ ഇങ്ങനെ ഒരു പേരയ്ക്ക പോലെ പുളിയൊന്നുമില്ലാത്തൊരു അമ്പഴങ്ങ ഉണ്ടല്ലോ, ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതുണ്ടായി കിടക്കുന്നുണ്ടോ, എല്ലാം കായാണ്. ഇതിങ്ങനെ വലുതാകുമ്പോൾ ഒരു അടയ്ക്കയുടെ അത്രയാകുമ്പോൾ നല്ല മഞ്ഞ കളർ വരും. തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മുട്ടപ്പഴം നിറച്ച് ഒരുവിധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അറബിപ്പഴമാണ്, അബിയു. എന്താണ് അബിയു? ഇത് അബിയു ഉണ്ടായി കിടക്കുന്നുണ്ടോ. ഈ മുട്ടപ്പഴമൊക്കെ പോലെ തന്നെയാണ്, വലുതാവും. ഒരുപാട് വലുതാകുമ്പോൾ നല്ല മഞ്ഞ കളറിൽ വരും. നല്ല ടേസ്റ്റാണ് തിന്നാൻ. അത് കുറേ ഇതുണ്ടാകുമ്പോൾ നിറച്ചുണ്ടാവും. ഇപ്പോൾ അതങ്ങനെ സീസണല്ല, എങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ എൻ്റെ മോളുടെ വീട്ടിലുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം തിന്നാനുള്ളതെല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ടത്. അതിനൊക്കെ അന്യായ വിലയാണ്. ഈ അബിയു എന്ന് പറഞ്ഞ പഴത്തിനൊക്കെ 1 കിലോ 400 രൂപയൊക്കെയാണ് കേട്ടോ വില പുറത്ത് നമ്മൾ മേടിക്കുമ്പോൾ. അത് ഈ മുട്ടപ്പഴം പോലെ തന്നെയാണ് അതും ഇരിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇതൊരു പേരയാണ് കേട്ടോ. ഇതും മൈസൂർ പേരയ്ക്കയാണ്. ഉണ്ടോ, ഇതിലും പേരയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂങ്കിലും നല്ല ഒരെണ്ണം നന്നായിട്ടുണ്ടാവും. നല്ല അടിപൊളിയാണ്. ഇതൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ എല്ലാത്തിനും സീസൺ പോയിട്ട് ഇനി അടുത്ത സീസണിലേക്ക് ഉണ്ടായി വരും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വിറക് പരിയാണ് കേട്ടോ എൻ്റെ മോളുടെ. എന്താ വിറക് കണ്ടോ, അതൊക്കെ വിറക് പരിയാണ്. നമ്മളെപ്പോലെയല്ല, എല്ലാം ഗ്യാസിലൊന്നും അല്ല, വിറകിലാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അടുത്ത ഉമ്മാക്ക് വിറകിലാണ് എല്ലാം. ചോറ്, കറി എല്ലാം കിണറാണ് കേട്ടോ. നിറച്ച് വെള്ളമുണ്ട്. വെള്ളത്തിനും ക്ഷാമമില്ല എൻ്റെ മോളുടെ വീട്ടിൽ. എല്ലാം അടുപ്പിലാണ് ചോറ്, ഭക്ഷണം. നല്ല കറികളും ചോറൊക്കെയാണ് ഇവിടെ അടുപ്പിലൊക്കെ വയ്ക്കണറുണ്ട്. ഞാനൊക്കെ എല്ലാം ഗ്യാസിലുണ്ടാക്കി നമുക്ക് എളുപ്പവഴി കണ്ടുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ പുട്ടൊക്കെ ഒരു അടുപ്പത്താണ് ഉണ്ടാക്കണം. എല്ലാം നല്ല ടേസ്റ്റാണ്. പഴയ ഒരു ഇതാണ് വീട്. പഴയ വീട് ആണെങ്കിലും ഇപ്പോഴത്തെ ഇതിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല വീടാണ്. എല്ലാ പണിയും കഴിഞ്ഞതാണ്. ഇതാണ് വീടിൻ്റെ പ്രവേശമായിട്ട്. ഇത് വീഡിയോനിപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. അവിടെ വിറകൊന്നും വെച്ചാൽ ഉണ്ടോ.